ഈത്തപ്പഴം കൊണ്ട് ഒരു 4 മണി പലഹാരമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യമേ നെയ്യ് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കുക. ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം ഒരു ഏത്തക്കയാണ് ഇവിടെ എടുക്കുന്നത്. അത് ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏത്തക്ക ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കപ്പിന് ഫുള്ളില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഏത്തക്കയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും റവ റോസ്റ്റ് ചെയ്തതാണ് എടുക്കേണ്ടത്. ചെറിയ ഇതായിട്ട് മൂപ്പിച്ച റവ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഏത്തക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ വൈകിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ആർച്ച പാലാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏത്തക്കായും ഈ റവയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഇതിനകത്തൊന്ന് കുത്തിപ്പൊടിച്ചൊന്ന് യോജിപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് ശർക്കരപ്പാനി, അത് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു 4-5 ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉടച്ച് ഇതാക്കി എടുക്കണം. ഇതിനകത്തോട്ട് വറുത്ത് കോരി വെച്ചേക്കുന്ന കഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ മുന്തിരിങ്ങ വറുത്ത് കോരി വെച്ചിരുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അത് തണുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 15 എണ്ണത്തോളം അത്ര അളവിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അത് കുട്ടികൾക്കൊക്കെ ഒരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.